ഒത്തിരി വർഷത്തിന് മുമ്പ്, ഏകദേശം എനിക്ക് തോന്നുന്നത് 98-ലാണ്. ആ സമയങ്ങളിലൊക്കെ വണ്ടി ഓടിച്ച സമയത്ത് അന്ന് ഞാൻ വണ്ടി കിളി അടിക്കാൻ പോകുമായിരുന്നു. അന്ന് DCM ടൊയോട്ടയായിരുന്നു. ആദ്യമായിട്ട് ട്രക്കിൽ ഞാൻ കിളി അടിച്ചത് അരി കൊണ്ടുപോകുന്ന DCM ടൊയോട്ട വണ്ടിയായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഒരു ടയർ പഞ്ചറായാൽ DCM, അതുപോലെ മെസ്റ്റുബുഷി, അതിലൊക്കെ നമുക്ക് അകത്തെ ടയർ പഞ്ചറായാൽ കാലിയാണെങ്കിൽ, കാലിന്ന് മാത്രമല്ല ചിലപ്പോൾ ലോഡും പുറത്തും നമ്മൾ ചെയ്യേണ്ടതായ അവസ്ഥ വന്നിട്ടുണ്ട്. വണ്ടി താന്നിരിക്കുന്നതുകൊണ്ട് ജാക്കി ചിലപ്പം ശരിയായിട്ട് കയറത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു കട്ടയോ, ആ സാഹചര്യത്തിൽ കട്ടയോ അല്ലെങ്കിൽ നല്ല ഷേപ്പുള്ള കല്ലോ ഒക്കെ കിട്ടിയാൽ ഇതേപോലെ കയറ്റി വെച്ച് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ഏത് ടയറാണ് നമുക്ക് മാറേണ്ടത്. ഇപ്പോൾ വെളിയിലെ ടയറാണെങ്കിൽ മെസ്റ്റുബുഷിക്കകത്തും DCM ടൊയോട്ടയ്ക്കകത്തും ആ ഒരു സിസ്റ്റം ചെയ്യാൻ പറ്റുമായിരുന്നു. കാര്യം അതിൻ്റെ നട്ട് ബോൾട്ട് പ്രത്യേക രീതിയിലായിരുന്നു. ഓക്കെ, കാര്യം വെളിയിലെ നട്ട് മാത്രം നമുക്ക്, വെളിയിലെ ടയർ മാത്രം അഴിച്ചെടുക്കാം, എന്നാൽ അകത്തെ ടയർ ടൈറ്റായിരിക്കും. ആ രീതിയിലായിരുന്നു അതിൻ്റെ മെക്കാനിസം. എന്നാൽ ഇപ്പോഴത്തെ വണ്ടിക്ക് അങ്ങനെ ഒക്കത്തില്ല. ഇപ്പോൾ 10 നട്ട് അഴിച്ചു കഴിഞ്ഞാൽ ടയർ രണ്ടും ലൂസായി മാറും, അല്ലെ വെളിയിലെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞത്, പണ്ടൊക്കെ നമ്മൾ ഈ കാര്യങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10-25 കൊല്ലമായി ഈ ലൈനിൽ തന്നെ. ഓക്കെ, ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അറിവ് പൂർണ്ണമായെന്ന് പറയുന്നില്ല. പുതിയ പുതിയ വണ്ടികൾ വരുന്നുണ്ട്, ഓരോന്ന് പഠിക്കാനുണ്ട്. നമസ്കാരം കൂട്ടുകാരെ, വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനിയാണ് പറയാൻ പോകുന്ന കാര്യങ്ങൾ സബ്ജക്റ്റിലേക്ക് വരുന്നത്. 2024 ജനുവരി മാസം ഇവിടെ സൗദിയിൽ അപ്പോൾ ഡീസലിന് വില കൂടി. അപ്പോൾ എനിക്ക് അന്ന് ഞാൻ റിയാദിലായിരുന്നു, രാവിലെ സമയം. എനിക്ക് ദമാം വരെ പോവുകയും വേണമായിരുന്നു. എൻ്റെ ഡീസൽ അടിക്കാൻ പൈസ ഇല്ലായിരുന്നു അന്ന്. കാര്യം ഡീസലിന് വില കൂടി, ട്രിപ്പൊക്കെ നമുക്ക് കുറച്ചാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് റിയാദിൽ നിന്ന് ഏകദേശം ഒരു 100-300 കിലോമീറ്റർ ഓടി ദമാമിലെത്തണമായിരുന്നു. അപ്പോൾ എൻ്റെ വണ്ടിക്കകത്ത് 2 ടാങ്കിലൂടെ ഒരു 300 ലിറ്റർ, 150 ലിറ്റർ ഒരു ടാങ്കിലുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഞാനൊരു കല്ല്, ഷേപ്പുള്ള കല്ല് കയറ്റി വെച്ച് ഞാൻ വണ്ടി ഉയർത്തി വെച്ചു. അന്ന് റോഡിന് ചുറ്റി ചരിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതുപോലെ അന്ന് കല്ലായിരുന്നു, കയറ്റി വെച്ച് വണ്ടിയെ ഇങ്ങനെ ഉയർത്തി ചരിക്കാൻ വേണ്ടിയാണ്. റോഡിനും ലെഫ്റ്റ് സൈഡിൽ ചരിവുണ്ടായിരുന്നു, പിന്നെ റൈറ്റ് സൈഡിൽ കല്ലും വെച്ച് വണ്ടി പൊക്കി വെച്ചു. അന്ന് വണ്ടി കാലിയായിരുന്നു. ആ കാര്യം ആ വീഡിയോയിൽ പറയാൻ പറ്റില്ല. എനിവേ, വണ്ടി അന്ന് ലോഡിലായിരുന്നു. അത് മാത്രമല്ല, അപ്പം നമുക്കൊരു കാര്യം അറിയാം, അല്ലെ എനിക്കൊരു കാര്യം അറിയാം, ഒരു ടയറിന്, ഇത്രയും വലിയ ടയറിന് 4 ടൺ താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതുപോലുള്ള നല്ല ടയർ. നമ്മളന്ന് കല്ല് വെച്ചത് നല്ല ടയറിലാണ്, അല്ലാതെ വെറും മോശപ്പെട്ട ടയറിലല്ല അന്ന് കല്ല് വെച്ച് വണ്ടി പൊക്കിയത്. നല്ല ടയർ, ഇതുപോലുള്ള ടയറിന് 4 ടൺ കപ്പാസിറ്റി ഒരു ടയറിനുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അറിയത്തില്ല, അത് മനസ്സിലാക്കുകയൂടെ ചെയ്യുക. 4 ടൺ ഒരു ടയറിന് കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തു, ഫേസ്ബുക്കിലൊക്കെ ഇട്ടു. ഒത്തിരി മോശപ്പെട്ട കമൻറ്റുകൾ വന്നു അതിനകത്ത്. വാഹനത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മൾ ട്രക്ക് ഓടിക്കുമ്പോൾ, ലോങ് ഹോൾ ട്രക്കൊക്കെ ഓടിക്കുന്നു, രാത്രിയും പകലും ഒക്കെ ഓടിക്കുമ്പം അതിൻ്റേതായ ബുദ്ധിമുട്ട് ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൻ്റെ ബുദ്ധിമുട്ടറിയുന്ന ഒരു പക്ഷേ ആൾക്കാരായിരിക്കത്തില്ല കമൻ്റ് ഇട്ടത്. വണ്ടിയെ പറ്റി അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി പ്രയാസമുണ്ട്, ഓട്ടത്തിലൊക്കെ രാത്രിയും പകലും ഓടുന്നു, അങ്ങനൊരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയുള്ള മച്ചന്മാരാണ് അങ്ങനെ മോശപ്പെട്ട ചീത്ത വിളിച്ച കമൻ്റ് ഇട്ടത്. ഒരു പക്ഷേ വണ്ടിയെ പറ്റി കൂടുതലായിട്ട് അറിയാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി അറിയുന്നവരായിരിക്കും. എനിവേ, ചില സാഹചര്യത്തിലൊക്കെ നമുക്ക് ചിലതൊക്കെ ചെയ്യേണ്ടി വരും. റോഡിൽ ടയർ പഞ്ചറാകുന്നു, അല്ലെ മറ്റുള്ള കാര്യത്തിലൊക്കെ ചെയ്യേണ്ടത് ചിലത് നമുക്ക് ചെയ്തേ പറ്റൂ. എന്നാലും നമ്മുടെ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് കവർ ചെയ്ത് പോകാനൊക്കത്തുള്ളൂ. അപ്പോൾ അതിൽ വന്നത്, നിനക്കാരാ വണ്ടി തന്നത്, നിനക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല, നീ പൊട്ടനാണ്, അങ്ങനെ വേണ്ട കമൻറ്റുകളെ ബഹളമായിരുന്നു ഫേസ്ബുക്ക് പേജിൽ. ഡോക്ടർ ഡ്രൈവിംഗ് CB യൂട്യൂബിൽ അത്രയ്ക്ക് പ്രശ്നമില്ലായിരുന്നു. എന്നാൽ ഫേസ്ബുക്ക് പേജിൽ ഏകദേശം 1.5 ലക്ഷം ആൾക്കാർ കണ്ടു. ഒരു തെറി വന്നപ്പോൾ കാണുന്നവർ മൊത്തം പിന്നെ തെറി വിളിക്കുക. വീഡിയോ ഫുള്ളായിട്ട് കാണുന്നുണ്ടോ, അല്ലെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ അങ്ങ് വിളിച്ചേക്കുക. അതല്ല അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ ഫുള്ളായിട്ട് കാണുക, സാഹചര്യം എന്താണെന്ന് നോക്കുക, ടൈറ്റിൽ വായിക്കുക, തംബ്നെയിലും ടൈറ്റിലും ഒക്കെ നോക്കുക. ടൈറ്റിലെങ്കിലും നോക്കുക, തംബ്നെയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടക്കും. എന്നാൽ ടൈറ്റിലൊക്കെ വായിച്ചിട്ട് എൻ്റെ സാഹചര്യം മനസ്സിലാക്കി, സിറ്റുവേഷൻ എവിടെയാണ്, റോഡ് എവിടെയാണ്, ഏത് രാജ്യമാണ് എന്നൊക്കെ മനസ്സിലാക്കി ചീത്ത വിളിക്കുന്ന അല്ലെങ്കിൽ കമൻ്റ് ഇടുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. പിന്നെ എനിക്കറിയാൻ വയ്യാത്ത കാര്യങ്ങളാണ് ഞാൻ ചെയ്തെങ്കിൽ സജഷൻ പറയാമല്ലോ. ചീത്ത വിളിച്ച് സജഷൻ പറയേണ്ട കാര്യമില്ലല്ലോ.
അതുകൊണ്ടെന്തോ മനസ്സിലാക്കുന്നത്? അങ്ങനെ ചീത്ത വിളിച്ച് കമൻറ്റ് ഇടുന്നതുകൊണ്ട് നമുക്കെല്ലാം അറിയാവുന്നതാണോ? ഒരിക്കലുമില്ല. നമ്മൾ മോശപ്പെട്ട വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്കത് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്താലും നല്ലതാണെന്ന് വേണമെങ്കിൽ സജഷൻ പറഞ്ഞുതരാം. അതൊക്കെയല്ലേ അതിൻ്റെ ഒരു രസം. അങ്ങനെയൊക്കെ വരുമ്പോഴല്ലേ നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ഡ്രൈവർമാരിൽ നിന്ന് ഓരോ മച്ചന്മാരിൽ നിന്ന് പഠിക്കാൻ പറ്റുന്നത്. ഇത് കയറുന്നവർ മൊത്തം തെറി വിളിക്കുവാന്ന് പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം? അതുകൊണ്ടൊരു പ്രയോജനമില്ല. പിന്നെ അതുമാത്രമല്ല, ഞാൻ ഈ പണി തുടങ്ങിയിട്ട് 10-25 വർഷമായി കേട്ടോ. 3 വർഷം മെക്കാനിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. പണ്ടത്തെ മെറ്റഡോർ വണ്ടിയുടെ, ഡീസൽ വണ്ടിയുടെ, ജീപ്പ്, മേജർ, അംബാസിഡർ കാറ്, മെറ്റഡോർ, വാൻ, ഇതിൻ്റെയൊക്കെ മെക്കാനിക്സ് നമ്മൾ കുറച്ച് 3 വർഷം പഠിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോഴത്തെ വണ്ടികളൊന്നും അങ്ങനത്തെ അല്ല. എങ്കിലും പറഞ്ഞതാ, ഒന്നും അറിയാത്തവനാണെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇനിയും കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഡീസൽ ഇതിനകത്ത് 150 ലിറ്റർ ഉണ്ടായിരുന്നു അന്ന്. അതിനകത്ത് ഒരു 150 ലിറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് ഒഴുക്കണം. വണ്ടിക്കൊരു ചരിവുണ്ടായിരുന്നു റോഡിന്. പിന്നെ ഞാൻ കല്ലൂടെ വെച്ച് വണ്ടി പൊക്കി അങ്ങോട്ട് ഡീസൽ മൊത്തം ഒഴുക്കി. ഓക്കെ, ഒഴുക്കിയിട്ട് ഞാൻ നോവ അടച്ചു വെച്ചു. ഇപ്പോഴത്തെ എല്ലാ വണ്ടിയും, പുതിയ വണ്ടി 2 ടാങ്ക് ഉണ്ടെങ്കിൽ 1 ടാങ്ക് നമുക്ക് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതിലേക്ക് ഫുള്ള് ഡീസൽ അടിച്ചിട്ട് അടിയിലൊരു നോബ് പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ആ പൈപ്പ് നമുക്ക് അടച്ചു വെക്കാം. അപ്പോൾ പിന്നെ ഇവിടുന്ന് ഡീസൽ അങ്ങോട്ട് ഒഴുകത്തില്ല. അതുപോലെ അവിടെ ഉണ്ട് നോബ്. അപ്പോൾ ഞാനെന്ത് ചെയ്തു, 2 നോബും ഓൺ ചെയ്തു, അവിടുത്തെയും ഇവിടുത്തെയും. വേണ്ടേ ഈ ഭാഗത്ത് കണ്ട നോബ് കണ്ടോ? വേണ്ടിത് ഇത് നമുക്ക് അടച്ചും വെക്കാം. അങ്ങോട്ട് പിന്നെ ഡീസൽ ഒഴുകത്തില്ല. അന്നേ ഇത് ഞാൻ 2 ഓണാക്കി വെച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുക്കിയിട്ട് നമ്മൾ ഇവനെ അടച്ചു വെച്ചു. വേണ്ടേ ഇങ്ങനെ അടച്ചു വെച്ചു. ഇനിയിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരത്തില്ല. ഈ സിസ്റ്റം അപ്പുറത്തും ചെയ്യാം. അപ്പം നിങ്ങൾ ചോദിക്കും എന്തിനാ അടച്ചു വെച്ചത്, അല്ലാതെ തന്നെ വരുമല്ലോ ഒന്ന്. കുറച്ച് ശതമാനം ഡീസൽ എപ്പോഴും ഇതിൽ തന്നെ കിടക്കും, മൊത്തം വരത്തില്ല. എനിക്കന്ന് മൊത്തത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഒരു 300 കിലോമീറ്റർ ഓടിക്കണമായിരുന്നു. അപ്പോൾ എനിക്ക് മൊത്തം ഇതിൽ കിടക്കുന്ന ഫുൾ ഡീസൽ എനിക്ക് അങ്ങോട്ട് വരുത്തണമായിരുന്നു. ഒരു കാര്യം ശരിയാണ്, ഞാൻ അംഗീകരിക്കും നിങ്ങൾ പറഞ്ഞത്. മാക്സിമം ഡീസൽ 2 രൂപ അടിച്ച് കഴിഞ്ഞാൽ ഒരു കണക്കാണ് ഇഞ്ചിൻ എടുക്കുന്നത്, ഒരു കണക്കാണ് ലെവൽ കാര്യങ്ങൾ. എങ്കിലും അടിഭാഗത്ത് ഡീസൽ കിടക്കും. ഇത് മെയിൻ ടാങ്കല്ല, ഒക്കെ വലിച്ചു കയറ്റുന്നത് ആ ടാങ്കാണ്. വണ്ടി എടുക്കുന്നത് കുടിക്കുന്നത് ആ ടാങ്ക് വഴിയാണ്. അപ്പോൾ എപ്പോഴും ഇവിടെ ഡീസൽ കുറച്ച് കാണും. അപ്പോൾ ഒട്ടും ഇവിടെ ഡീസൽ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കല്ലൊക്കെ വെച്ച് ചെയ്തത്. കാലി വണ്ടിയായിരുന്നു, ലോഡും വണ്ടിയല്ല. ലോഡും വണ്ടിയാണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യത്തില്ല, ടയറിനൊക്കെ ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ചെയ്താലും ടയറിന് ബുദ്ധിമുട്ട് വരത്തില്ല. ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളും, കട്ട വെക്കേണ്ടത് എവിടെയാണെന്നും ഏത് ഭാഗത്താണെന്നും, ടയറിൻ്റെ എഡ്ജിലാണോ സെൻട്രലിലാണോ സൈഡിലാണോ, ഇതൊക്കെ നമുക്കറിയാം. ഓക്കെ, അല്ലേ എങ്ങനെയൊക്കെ വെച്ചാലാണ് ടയർ കേടാവുന്നത്, പൊട്ടിപ്പോകുന്നത്, അത് നമുക്കറിയാം. അപ്പോൾ ഇവിടെയും വേണ്ടേ നോബുണ്ട് ഈ ഭാഗത്ത് വേണം. ഇത് നമുക്ക് അടച്ചു നോക്കാം. അപ്പോൾ രണ്ടും നമുക്ക് എപ്പോഴും വേണം ഇത് അടച്ചു വെച്ച് ഓടിക്കാം. ആവശ്യത്തിന് തുറന്നു കൊടുത്താൽ മതി. അപ്പുറത്ത് മാത്രം മെയിൻ ടാങ്കിൽ ഡീസൽ അടിച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിലത് ഞാൻ അതിൽ പറയാൻ വിട്ടുപോയി. അതും ഒരു മൈനസ് പോയിൻ്റായിട്ട് ഞാൻ കരുതുന്നു. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെ പണ്ട് നമ്മൾ കല്ലെ വെച്ച് ടയറൊക്കെ മാറ്റിയിട്ടുണ്ട്. TCM, ടൊയോട്ട, മെസ്യൂഷിയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു ടയർ പഞ്ചറായാൽ കല്ലൊക്കെ കയറ്റി വെച്ച് കട്ടയൊക്കെ കയറ്റി വെച്ച് വെളിയിലെ ടയർ മാത്രം നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. അകത്തെ ടയർ ഈ കല്ലും കട്ടയൊക്കെ വെച്ച് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. മനഃപൂർവ്വമല്ല, ചിലപ്പോൾ ജാക്കി അകത്തേക്ക് കയറി വീഴത്തില്ല, ഹൈറ്റ് കാണത്തില്ല. ആ ഒരു സാഹചര്യത്തിലൊക്കെ വണ്ടി നമ്മൾ പൊക്കി വെക്കും. അപ്പോൾ അങ്ങനെയൊക്കെ സാഹചര്യത്തിൽ ചെയ്യുന്നതുകൊണ്ട് വണ്ടി അങ്ങനെ കേടാവുകയോ അല്ലെങ്കിൽ ആ ചെയ്യുന്ന ആൾ പൊട്ടനാണെന്നോ വണ്ടിയെക്കുറിച്ച് അറിയത്തില്ലോ എന്നുള്ളതൊന്നും അല്ല. അപ്പം മനസ്സിലാക്കുക, കാര്യങ്ങളൊക്കെ ഓരോ ടെക്നിക്കൊക്കെ പഠിച്ച് വെക്കുക. അതെവിടെയെങ്കിലുമൊക്കെ ഏതൊക്കെ പട്ടണത്തിലൊക്കെ പോകുമ്പോൾ നമുക്കത് ഒത്തിരി പ്രയോജനപ്പെടും. അപ്പോൾ ഒരറിവും അത് കുറവല്ല. ചില സാഹചര്യത്തിൽ നമ്മൾ ചില പട്ടണത്തിലൊക്കെ പോകുമ്പോൾ അത് നമുക്ക് ഒത്തിരി പ്രയോജനപ്പെടും. അതുകൊണ്ട് വീഡിയോ മൊത്തം കണ്ടിട്ടും ടൈറ്റിൽ കണ്ടിട്ടും കമൻ്റ് ഇടുക. അപ്പോൾ ഇതിൻ്റെ മുമ്പിലുള്ള വീഡിയോ ഫേസ്ബുക്ക് പേജിലുണ്ട്, നിങ്ങൾക്കത് കാണാം. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നതെന്നുള്ള അതിനകത്ത് കമൻ്റൊക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. അപ്പം കമൻ്റ് ഇട്ടില്ലെങ്കിലും ചീത്ത വിളിക്കരുത്. പിന്നെ ചീത്ത വിളിച്ചേ ഒക്കത്തുള്ളെങ്കിൽ അത് പിന്നെ നമുക്കൊന്നും പറയാനില്ല. അപ്പോൾ അതുപോലെ അടിഭാഗത്ത് ജാക്കി കയറുന്നില്ലെങ്കിലേ ലോഡും പുറത്താണേലും കാലിപ്പുറത്താണേലും ഇതുപോലുള്ള ഷേപ്പുള്ള കട്ടകളൊക്കെ കയറ്റി വെച്ച് വേണമെന്ന് ജാക്കി അകത്ത് കയറ്റി കൊള്ളിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ കുഴപ്പമുള്ളവർ ചെയ്യണ്ട. അത്യാവശ്യം സാഹചര്യത്തിൽ നിന്ന്
നമ്മൾക്ക് രക്ഷപ്പെട്ട് പോകാൻ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ സ്വീകരിക്കുക, ഇല്ലെങ്കിൽ പിന്നെ വിട്ടേരെ. താങ്ക് യു.